ഒക്കെ ഉണ്ട്. ഐഫോണാണ് ഈ പ്രാവശ്യം നറുക്ക് 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ഐഫോണാണ് നറുക്കെടുപ്പിൽ കൊടുക്കുന്നത്. ഇതൊന്നും അല്ല സാധനം, ഇപ്പൊ സാധനം വന്നിട്ടുണ്ട്. വാ ഒന്ന് അത് കാണിച്ചു തരാം. വാ പറയണ്ട, സ്റ്റോറേജ് 12GB 256 8GB 128 ഇങ്ങനെയൊക്കെ വരുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ റേറ്റ് കുറവാണ്, ചീപ്പ് റേറ്റ് ആണ്. എല്ലാം QC പീസാണ്, എല്ലാം 5G ആണ്. 5G 4G ഒക്കെ ഉണ്ട്. ഹോൾസെയില് കസ്റ്റമർ ഒരുപാട് കടക്കാരൊക്കെ വിളിച്ച് അവർക്കനുസരിച്ച് ഓർഡർ കൊടുത്താണ് വരുന്നത്. മിക്ക സാധനം ഓർഡറാണ്. കസ്റ്റമർ പല സ്ഥലങ്ങളിലുള്ള പീസാണ്, ഒന്നും ഡിഫക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടല്ലേ എല്ലാത്തിനും നല്ല അത്യാവശ്യം നല്ല പുതിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ യൂസർ അല്ലേ ഗൈസ്, എന്റെ കയ്യിൽ മുഴുവൻ ഇരിക്കുന്നത് ഐഫോൺ ആണ്. 6, 6S, 7 എല്ലാ സാധനം എന്റെ കയ്യിലുണ്ട്. പിന്നെ ഈ സൈഡ് മുഴുവനും സ്മാർട്ട് ഫോണുകൾ ഒരുപാട് ഇരിപ്പുണ്ട്. എല്ലാം ഹോൾസെയിലായിട്ട് നമ്മുടെ ചാനൽ ബസ്സിൽ തരാൻ വേണ്ടിയിട്ടാണ്. ഈ ക്രൗൺ ഇലക്ട്രോണിക്സിൽ ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം മുഴുവനായിട്ട് കാണാം. വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. എന്തിനാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ അവരുടെ ഇഷ്ടപ്പെട്ട ഐഫോൺ അവർക്ക് സ്വന്തമാകാം, സ്മാർട്ട് ഫോണിലും സ്വന്തമാകാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഒരുപാട് സ്മാർട്ട് ഫോണിലും മനസ്സിലാക്കി ഇവിടെ നിൽപ്പുണ്ട്. ഒരുപാട് ഇപ്രാവശ്യം ഒരുപാട് ഇറക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ക്രൗൺ ഇലക്ട്രോണിക്സ് ഭീമാവള്ളി സെക്കൻഡ് ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് സെക്കൻഡ് ഗേറ്റാണ്. സെക്കൻഡ് ഗേറ്റിന്റെ ഓപ്പോസിറ്റ് നിന്ന് ഒരു 4-5ാമത്തെ ഷോപ്പ്. ഓപ്പോസിറ്റിന്റെ കട ഉണ്ട്, നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ട്. ഇമ്പക്സിന്റെ ബോർഡ് കൊടുത്ത് ക്രൗൺ ഇലക്ട്രോണിക്സ് ഉണ്ട്. അവിടെ നിന്നിട്ട് വിളിച്ചാലും മതി. ആ ഷോപ്പിൽ നിന്ന് തന്നെ നമ്മളെ സ്റ്റാഫ് ഉണ്ട്, ഇങ്ങോട്ട് കൊണ്ട് വിടുന്നതായിരിക്കും. അവിടെ നിന്ന് ഒരു ഓപ്പോസിറ്റ് നിന്ന് ഒരു 4ാമത്തെ ഷോപ്പ് കൊടുത്തിട്ടുണ്ട്. ഉണ്ട് ഒരുപാട് മോഡലൊക്കെ, ഒരുപാട് ഇത്രയും പീസുകൾ ഇവിടെ വെച്ചിരിക്കുന്ന കുറച്ച് പീസുകളുള്ളു. ബാക്കി കുറേ പീസൊക്കെ ഗോഡറിലാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പൈസ ഗോഡറിലൊക്കെ ഒന്ന് വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. 1 മാസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത്. സ്റ്റോക്ക് ഡെയിലി വരുന്നുണ്ട്, ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സാധനം വരുന്നുണ്ട്. കസ്റ്റമർ ഐഫോണിന് ഒരുപാട് വിളിക്കാറില്ല. ഐഫോണിനാണ് ഏറ്റവും കൂടുതൽ. ഇപ്രാവശ്യം ഒരുപാട് ഐഫോൺ ഇപ്രാവശ്യം ഒരുപാട് ഉണ്ടായിരുന്നു. ഐഫോണിന്റെ ഏറ്റവും കൂടുതൽ എല്ലാ ക്ലീൻ പീസാണ് ഇപ്രാവശ്യം കാണിക്കാം. പിന്നെ എല്ലാത്തിന്റെ റേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ റേറ്റ് ഇപ്പൊ ചില കസ്റ്റമർ 6S ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. 8 ഉണ്ട്, 9 ഉണ്ട്, സ്റ്റോറേജ് 128 ഉണ്ട്, 64 ഒക്കെ ഉണ്ട്. SC 2020 ഉണ്ട്, എല്ലാം ഉണ്ട്. 7+ ഉണ്ട്. എല്ലാം ക്ലീൻ പീസാണ്. ഇങ്ങനത്തെ നല്ല ക്ലീൻ പീസാണ്. പിന്നെ അതുപോലെ തന്നെ റേറ്റ് കുറഞ്ഞതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കസ്റ്റമർ വിളിച്ചായിരുന്നു. ഇപ്പോൾ വിളിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ വിളിച്ചതിനനുസരിച്ച് ഒന്ന് അഡ്വാൻസ് പേയ്മെന്റ് ആണെങ്കിൽ മാറ്റി വയ്ക്കാം. ഐഫോൺ നോടുണ്ട്. എല്ലാം QC പീസാണ്, അതായത് A ഗ്രേഡ് പീസാണ്. A ഗ്രേഡ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് പീസ് D ഗ്രേഡ് വന്നായിരുന്നു. ചെറിയ പൊട്ടലൊക്കെ ഉള്ളതൊക്കെ അങ്ങനത്തെ പീസൊക്കെ ഉണ്ട്. അതിപ്പോൾ ആവശ്യാനുസരണം നമുക്ക് കൊടുക്കുക. റേറ്റ് അനുസരിച്ച് കുറച്ച് കൊടുക്കുക. എല്ലാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ വാല്യൂ ഉള്ളത് ആമസോൺ പീസ്, യൂസ്ഡ് പീസിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത്. മനസ്സിലായി? ഇതെല്ലാം ഈ ലൈറ്റ് ബോക്സ് പീസാണെങ്കിൽ ലൈറ്റ് യൂസറാണ്. മനസ്സിലായി? അതിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് പോക്കോയൊക്കെ പൈമാർക്ക് പോക്കോയുടെ കുറേ തരംഗമാണ്. പോക്കോ ഗെയിമിംഗ് സെറ്റ്, അതല്ല ഗെയിമിംഗ് സെറ്റാണ്. S2 ഉണ്ട്, S3 ഉണ്ട്. പോക്കോയുടെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. അതെല്ലാ വെറൈറ്റി കളറുണ്ട്. നമുക്ക് ആവശ്യാനുസരണമുള്ള സാധനങ്ങൾ കൊടുക്കാം. പിന്നെ യൂസ്ഡ് സെറ്റിനാണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. പിന്നെ നമ്മൾ ഇത് അല്ലാതെ ഇമ്പോർട്ടൻറ്റ് സെറ്റും ഉണ്ട് കേട്ടോ. ഈ ഇമ്പോർട്ടൻറ്റ് സെറ്റ് ആവശ്യം പോലെ നമുക്കുണ്ട്. ഇമ്പോർട്ടൻറ്റ് സെറ്റ് നമുക്ക് ഒരു കാര്യം വാറണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് സെറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് സെറ്റാണ്. ഇത് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. ചെക്ക് ചെയ്ത് കൊടുക്കും. കസ്റ്റമർ നമ്മൾ പറഞ്ഞ ഹക്ക് ഉള്ളത് പറഞ്ഞ് അങ്ങ് ചെക്ക് ചെയ്ത് കൊടുക്കും. അല്ലാതെ ഇതിന് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. ഇമ്പോർട്ടൻറ്റ് സെറ്റാണ്, വെളിയിൽ നിന്ന് വരുന്ന സെറ്റാണ്. സ്റ്റോറേജ് ഒക്കെ പിന്നെ പറയണ്ട. സ്റ്റോറേജ് ഒക്കെ 12GB 256 8GB 128 ഇങ്ങനെയൊക്കെ വരുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ റേറ്റ് കുറവാണ്, ചീപ്പ് റേറ്റ് ആണ്. ഇത് നമുക്ക് ചീപ്പ് റേറ്റിന് കൊടുക്കാൻ പറ്റി, ഒരിക്കലും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ കസ്റ്റമർ ഇവിടെ ചെക്ക് ചെയ്ത് നമ്മൾ ഉള്ളത് അക്കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് ഈ ഇമ്പോർട്ടൻറ്റ് സെറ്റിന്റെ ഇതിപ്പോൾ ഓൺലൈനിലുണ്ട്, ഓൺലൈനിലൊക്കെ ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറച്ച്, അതായത് കസ്റ്റമറിന് ഏറ്റവും കൂടുതൽ മെമ്മറി റാമൊക്കെ ഉള്ളത് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ പ്രാവശ്യം ഇറങ്ങി 2000 തൊട്ടുണ്ട് കേട്ടോ. 2000 റേറ്റ് തൊട്ട് നമുക്ക് സെറ്റ് ഉണ്ട്, ആവശ്യത്തിന് സെറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ ചെറിയ ബ്രാക്ക് വരുന്ന സെറ്റ് ഉണ്ട്, ഒരുപാടുണ്ട്. ബ്രാക്ക് വരുന്ന സെറ്റുകളുണ്ട്. പിന്നെ അധികം ക്ലീൻ പീസാണ്. 5G ഒക്കെ ഉണ്ട്, കളക്ഷൻ ഉണ്ട്. ഒരുപാട് മോഡൽ വെറൈറ്റീസ് ഉണ്ട്. ബോക്സ് പീസാണ് അധികം ഉള്ളത്. ഈ പ്രാവശ്യം വന്നത് അധികം ബോക്സ് പീസാണ്, എല്ലാം ബോക്സ് പീസാണ്. പോക്കോയുടെ അധികം ഉള്ളത്. പിന്നെ Redmi FI, Redmi 9,
എല്ലാം ലൈറ്റ് യൂസറാണ്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. ഷവമിയുടെ റെഡ്മി A3 ക്ലീൻ പീസാണ്. ഇതിനൊക്കെ എനിക്ക് ബെസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ 2 month വാറണ്ടി കൊടുക്കാൻ പറ്റും. 2 മാസത്തെ വാറണ്ടി എനിക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്നല്ല, അവർ കൊണ്ടുപോയിട്ട് 2 മാസത്തിനുള്ളിൽ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർ വിളിച്ച് എന്നെ തിരിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് വേറെ പീസ് മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു വിഷയമുണ്ട്, അവർ തറയിലിട്ടോ വെള്ളത്തിലിട്ടോ കൊണ്ടുവന്നാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ നിങ്ങൾ ഷോറൂമിൽ നിന്ന് വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം എടുത്താൽ പോലും ബ്രേക്കായി അവർ എടുക്കത്തില്ല, റിജക്റ്റ് ചെയ്യും. അതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ കയ്യിലിരുന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ മാറ്റി 2 മാസത്തെ ചെക്കിങ് വാറണ്ടി. ബോക്സ് പീസാണ്, കാണുമ്പോൾ ഇതിനൊന്ന് കംപ്ലൈൻറ്റ് ഇല്ല, നിങ്ങൾക്ക് 5-6 വർഷത്തേക്ക് യൂസ് ചെയ്യാം. പക്കാ പീസാണ്. അതിന്റെ എല്ലാ പീസും അങ്ങനെയാണ് വരുന്നത് പീസൊക്കെ ക്ലീൻ പീസാണ്. OnePlus 7 ഒക്കെ എങ്ങനെയാണ് വരുന്നത്? OnePlus 7 6128 ആണ്. ഇത് 5,500 കൊടുക്കാം. 5,500 ബെസ്റ്റ് ഓഫർ. പിന്നെ ഇതൊരു 1-2 സാധനത്തിന് റേറ്റ് പറഞ്ഞ് എല്ലാത്തിന്റെയും റേറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് കസ്റ്റമർ ഇവിടെ വന്നാലേ നമുക്ക് അതനുസരിച്ച് നോക്കി കൊടുക്കാം. വൃത്തിയുള്ള പീസ് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലല്ല, എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കുന്ന എല്ലാ വീഡിയോയിലും നല്ല വൃത്തിയുള്ള പീസാണ്. ഇതില് എല്ലാ വൃത്തിയുള്ള പീസ്, പൊളിച്ച് പണിത പീസൊന്നും ഇല്ല, ഞാൻ കാണുന്നില്ല. ഡിസ്പ്ലേ ഒക്കെ മാറിയതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇതിപ്പോ ഞാൻ അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഇല്ലല്ലോ, നമ്മളെ ഇവിടെ പണിയാൻ നിൽക്കൂല, അങ്ങനെ വരുന്ന ആ ലെവലിൽ തന്നെ കൊടുക്കും. അതാണ് ഞാൻ പറയാൻ വന്നത്. വേണ്ട, ആ ബ്രേക്ക് വരുന്ന ആ ബ്രേക്ക് ലെവലിൽ തന്നെ ഇട്ട് ആ റേറ്റ് കുറച്ച് കൊടുക്കുകയാണ്. ഇതുകൊണ്ട് ഇത് ഈ കവർ മാറ്റാൻ വേണ്ടി 150-200 ആവുള്ളൂ. അത് കസ്റ്റമർ വരെ മാക്സിമം ഹോൾസെയിൽ കച്ചവടക്കാർക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ അവർ പെട്ടെന്ന് എടുത്തിട്ട് പോകും. കൊണ്ട് അവർ വൃത്തിയാക്കി പാനലൊക്കെ മാറ്റി ബാക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ അവർക്ക് 10-6-7 രൂപ പോകും. ഇത് 3,500 രൂപ എനിക്ക് കൊടുക്കാൻ പറ്റും. പൈസലെ ഇതൊന്നും അല്ല സാധനം. ഇപ്പൊ സാധനം വന്നിട്ടുണ്ട്, വാ ഒന്ന് അത് കാണിച്ചു തരാം. വാ, എന്താ ഇപ്പൊ വന്ന സ്റ്റോക്കാണ് ഇത്. നമുക്ക് എല്ലാം QC പീസാണ്. എല്ലാം 5G ആണ്. 5G 4G ഒക്കെ ഉണ്ട്. ഇതിപ്പോ ഇന്ന് വന്ന സ്റ്റോക്കുകളാണ്. ഇപ്പൊ വന്ന സ്റ്റോക്ക്, ഇപ്പൊ കൊറിയർ വന്ന സാധനമാണ്. എല്ലാം QC പീസാണ്. ഇനി സാധനം വരാനുണ്ട്. ഡെയിലി സാധനം വരും. ഡെയിലി 100 പീസ് വെച്ചൊക്കെ വരും. ഇപ്പോൾ ഓർഡർ ഉണ്ട്. ഹോൾസെയില് കസ്റ്റമർ ഒരുപാട് കടക്കാരൊക്കെ വിളിച്ച് അവർക്കനുസരിച്ച് ഓർഡർ കൊടുത്താണ് വരുന്നത്. മിക്ക സാധനം ഓർഡറാണ്. കസ്റ്റമർ പല സ്ഥലങ്ങളിലൊക്കെ കടക്കാർ നമ്മൾ വിളിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് റീറ്റെയിൽ ഒരുപാട് കസ്റ്റമർ നല്ല റിസൾട്ടാണ്. റീറ്റെയിലൊക്കെ ഒരുപാട് കസ്റ്റമർ വിളിച്ചിട്ട് വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ റീറ്റെയിൽ സാധനം വെച്ചിട്ടുണ്ട്. ഹോൾസെയിലൊക്കെ ഇപ്പോൾ നമ്മൾ ഗോഡൗണിലാണ്. ഗോഡൗണിൽ കാണിച്ചു തരാം. എൻ്റെ ഇതൊക്കെ കാണിച്ചു തരാം, വീഡിയോസൊക്കെ കാണിച്ചു തരാം. എൻ്റെ ബോക്സ് പീസ് ഉണ്ട്. ഇത് യൂസ്ഡ് പീസാണ്. ഇതൊക്കെ 4,500 വരും. 4,500 ഒക്കെ ക്ലീൻ പീസ് ഉണ്ട്. ബോക്സ് പീസ് 6GB 128 ഒക്കെ ഉണ്ടോ. 2 month വാറണ്ടി ഉള്ളത്. ഇതിനൊക്കെ നമുക്ക് 2 month വാറണ്ടി കൊടുക്കാൻ പറ്റും. റേറ്റ് ചീപ്പ് റേറ്റ് ആണ്. ഇതൊക്കെ 6,000 രൂപയ്ക്ക് തരാം. വിത്ത് ചാർജർ, ഒറിജിനൽ ചാർജർ അടക്കം 6,000 രൂപയ്ക്ക് തരാം കേട്ടോ. പോക്കുകളൊക്കെ ഇതൊക്കെ ഭയങ്കര കസ്റ്റമേഴ്സ് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. S2 8GB 256 ഏറ്റവും ഗെയിമിംഗ് സെറ്റിന് ബെസ്റ്റ് സെറ്റാണ്. ഇതിനൊക്കെ റേറ്റ് കുറവാണ്. നിങ്ങൾ വന്നാൽ ക്ലീൻ പീസാണ്. പിന്നെ ഒരുപാട് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ, ഈ മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സെറ്റാണ്. 2,500 rupees റെഡ്മി ഗോ ബോക്സ് വിത്ത് ചാർജറൊക്കെ ഉള്ളത്. 2,500 രൂപ. ഇപ്പോൾ പീസ് സ്റ്റോക്ക് ഉണ്ട്. വിളിക്കാം, ആവശ്യാനുസരണം നമുക്ക് സാധനം എത്തിക്കാം. കൊറിയറാണ് കൊറിയർ. 2,500 രൂപ വിത്ത് ബോക്സ് വിത്ത് ചാർജർ അടക്കമാണ്. ഇപ്പോൾ ബോക്സ് പീസാണ് 2,500 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. ബോക്സ് ഇല്ലാതെ നമുക്ക് 2,000 രൂപ കൊടുക്കാൻ പറ്റും. ആൻഡ്രോയിഡ് വിത്ത് 4G സെറ്റ് 2GB 3GB റാം ഒക്കെ വരുന്നത് അങ്ങനെ കൊടുക്കാം. ബോക്സ് അല്ല 5Gയുടെ ബോക്സ് പീസൊക്കെ ഒരുപാടുണ്ട്. 7,500 രൂപ ഉണ്ട്. 7 രൂപയുടെ മുകളിൽ 5G സെറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മറ്റുള്ള വീഡിയോ പോലെയല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അന്വേഷിച്ചിട്ട് വ്യക്തമായി നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അതുപോലെ കൊറിയർ പക്ക 2 daysനകത്ത് നമുക്ക് സാധനം എത്തിക്കും. ഈ കേരളത്തിൽ എവിടെ ആണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ സാധനം എത്തിക്കും. പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അവർക്കാണെങ്കിൽ ഇപ്പോൾ 2 മാസത്തെ ചെക്കിംഗ് വാറണ്ടി കൊടുക്കും. 2 മാസം അവർക്ക് ഉപയോഗിച്ചിട്ട് യൂസ്ഡ് പീസിൽ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ്, എന്തെങ്കിലും അവർക്ക് ഫോൾട്ട് തൃപ്തി അല്ലെങ്കിൽ മാറ്റി കൊടുക്കും. വേറെ പീസ് ചേഞ്ച് ചെയ്ത് കൊടുക്കും.
അത് മാത്രമല്ല അവർക്ക് എക്സ്ചേഞ്ച് ഓഫറുണ്ട്. നിങ്ങൾക്ക് ഏത് സെറ്റ് വേണം, നിങ്ങളെ വീട്ടിലെ പഴയ സെറ്റുകൾ ബ്രേക്കായ, ഡെഡായ, ഡാമേജ് ആയ, ഒന്നിന് കൊള്ളാത്ത സെറ്റുകളെ കൊണ്ടുവന്ന് നമുക്ക് അതിനൊരു ന്യായമായ ഒരു വിലയിട്ട് നമുക്ക് അവർക്ക് വേണ്ട, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇത് നമ്മൾ ചെയ്ത് കൊടുക്കാം. നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് വരിക. RF എല്ലാം ഫ്രഷ് ആയിരിക്കും. RF റീഫർ ഇമ്പോർട്ടൻ്റ് ഒക്കെ ഫ്രഷ് ആയിരിക്കും. സെറ്റിങ്സ് ആണല്ലോ, അതിൻ്റെയൊക്കെ നമുക്ക് ചെക്കിങ് വാറണ്ടി മാത്രം കൊടുക്കാൻ പറ്റും. സൗണ്ട് ഐസ് വേണമെങ്കിൽ ചെക്കിങ് വാറണ്ടി കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് നമ്മൾ മാറ്റി കൊടുക്കും. ആരും കൊടുക്കത്തില്ല. RF റീഫർ വെച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് സാധനത്തിന് ആരും വാറണ്ടി കൊടുക്കത്തില്ല. എനിക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമറാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് സാധനം നമ്മുടെ അടുത്ത് മേടിക്കാം. അതായത് ഒരു ഷോറൂമിൽ ഇപ്പോൾ നിങ്ങൾ ഫ്രഷ് സെറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25,000 സെറ്റ് നമുക്ക് യൂസ്ഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പകുതി റേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. 25,000-30,000 രൂപയ്ക്ക് എല്ലാവർക്കും ഷോറൂമിൽ ഇപ്പോൾ മേടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ യൂസ്ഡ് സെറ്റൊക്കെ വന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് ക്ലീൻ പീസൊക്കെ 7,000, 5,000, 6,000 രൂപയ്ക്ക് ഇത്രയും നല്ല LED ഡിസ്പ്ലേ വരുന്ന, ഫിംഗർ വരുന്ന, 8GB 256 ഒക്കെ വരുന്ന ഒരുപാട് പീസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പീസുണ്ട്. 8GB 256, 6GB 256 അങ്ങനെയൊക്കെയാണ് അധികം വന്നിട്ടുള്ളത്. അതൊക്കെ നമുക്ക് റേറ്റ് മാക്സിമം കുറവാണ്. 5,000 മേളിലുണ്ട്. ക്ലീൻ പീസാണ്. നിങ്ങൾ നോക്കിയെടുക്കാം. ഡിസ്പ്ലേ പൊട്ടിയതും ബ്രേക്ക്. ഗൈസ്, ഇരിക്കുന്ന ഐഫോണിലെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള പീസാണ് കേട്ടോ. ഒന്നും ഡിഫക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടല്ലേ എല്ലാത്തിനും നല്ല അത്യാവശ്യം നല്ല പുതിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ യൂസ്ഡ് അല്ലേ സാധനങ്ങളൊക്കെ? എല്ലാം ലൈറ്റ് യൂസ്ഡ് ആണ്. 32 സ്റ്റോറേജ് ഉള്ളുണ്ട്. എല്ലാം 128 ഒക്കെയാണ് ഇരിക്കുന്നത്. 8ന്റെ ഉണ്ട്, 2 പീസ് ഉണ്ട്. 8 100% ബാറ്ററി മാറിയ പീസാണ്, അറിയാമല്ലോ. അപ്പം എല്ലാം നല്ല വൃത്തിയുള്ള പീസാണ്. വാങ്ങിച്ച് പൈസ വേസ്റ്റ് ആവുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം വൃത്തിയുള്ള പീസാണ്. പിന്നെ നമ്മൾ ഹോൾസെയിലല്ലേ, ഹോൾസെയിലായിട്ട് ഐഫോണൊക്കെ വാങ്ങാൻ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങാൻ വരുന്നവരുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ എന്തെങ്കിലും? ഈ പ്രാവശ്യം നമുക്ക് ആദ്യത്തെ 10 ദിവസം നമ്മൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കുന്നതായിരിക്കും. ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് റീറ്റെയിൽ, ഹോൾസെയിൽ എല്ലാവർക്കും കൂപ്പൺ കൊടുത്തിട്ട് ഒരു ഐഫോൺ നമ്മൾ അതിന്റെ കൊടുക്കും. നറുക്കെടുപ്പിലൂടെ ഐഫോൺ. അപ്പൊ വെയിറ്റ് ചെയ്തോ, നമ്മൾ ആർക്കെങ്കിലും ഐഫോൺ ഇരിക്കുന്നത്, ഒരു ഐഫോൺ നമുക്ക് ആർക്കെങ്കിലും ഒരാൾ കിട്ടും. അത് ഞാനും ഉണ്ടാവും തീർച്ചയായിട്ടും. കസ്റ്റമർ മാക്സിമം നമ്മളെ വിളിച്ച്, ഇപ്പോഴും പല ഷോപ്പിലേക്ക് മാറിപ്പോയി എടുക്കുന്നുണ്ട്. വിളിച്ചിട്ട് വരിക. നമ്പറിൽ വിളിച്ച് ഷോപ്പ് ഭീമാപള്ളി വന്നിട്ട് അവർ വിളിക്കാറില്ല അല്ലേ? പലർക്കും വിളിക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് ഞാൻ ഇവിടെ തന്നെ കാണുന്നില്ല. അങ്ങോട്ടും കൂടെ മാറി നിൽക്കുകയാണെങ്കിൽ സമയത്ത് ഓടി എത്താൻ പറ്റത്തില്ല. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിളിക്കുക. അതെല്ലാം വേറെ വിളിക്കുക. നമ്മളെ സാധനമൊക്കെ ബിൽ പീസാണ്. നിങ്ങൾ വേറെ, അതാണ് വ്യക്തമായിട്ട് പറയുന്നത്. നമ്മളെ സാധനം ബിൽ പീസും ഉണ്ട്, 2 month വാറണ്ടി ഉണ്ട്, ചെക്കിംഗ് വാറണ്ടി ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കാം. എൻ്റെ അടുത്തല്ല, എവിടെ ബില്ലും 2 മാസം ചെക്കിംഗ് വാറണ്ടി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. എല്ലാവരും അങ്ങനെ തരണമെന്നില്ല, ഒരിക്കലും തരില്ല. ഈ ഓഫർ ആരും തരില്ല. യൂസ്ഡ് സെറ്റിൽ ഒരിക്കലും 2 മാസത്തെ വാറണ്ടി, ചെക്കിംഗ് വാറണ്ടി ആരും തരത്തില്ല. ബെസ്റ്റ് ഓഫറാണ്. 2 മാസത്തെ വാറണ്ടി, ചെക്കിംഗ് വാറണ്ടി വിത്ത് ബില്ല്. GST ബില്ലുള്ള, നമ്മൾ GST ബില്ലാണ്.